വരൂ, നമുക്കൊരു യാത്ര പോകാം, നമ്മുടെ ഉള്ളിലേക്ക്, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിലേക്ക്, പിന്നെ നമ്മളെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ അദൃശ്യമായ കണ്ണികളിലേക്ക്. ജീവിതത്തിന്റെ ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ലോകം ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതല്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് വഴിതെറ്റിയ പോലെ തോന്നാറില്ലേ? എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു വഴികാട്ടി, ഒരു വെളിച്ചം, അതിനായി നമ്മുടെയൊക്കെ ഹൃദയം കൊതിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ എവിടെയാണ് ആ വെളിച്ചം? ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം ഒരു വലിയ കടലുപോലെയാണെന്ന്. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ പ്രക്ഷുബ്ധം. ആ ഇരുണ്ട കടലിൽ ദൂരെ നിന്നും വഴി കാണിച്ചു തരുന്ന ഒരു വിളക്കുമാടം, ആ ഒരു പ്രകാശഗോപുരം, അതാണ് ദൈവീകമായ മാർഗദർശനം. നമ്മളെ നമ്മുടെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വഴിവെളിച്ചം. ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ബന്ധങ്ങൾ തെളിഞ്ഞുവരും. ഒന്നാമത്തേത് മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ്. സാഹോദര്യവും സമത്വവും വളർത്തി നമ്മളെല്ലാവരും ഒന്നാണെന്ന ബോധം തന്ന് നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. പിന്നെ നീതിയും ശരിയും എന്താണെന്ന് കാട്ടിത്തന്ന് നല്ലൊരു സമൂഹവുമായി നമ്മളെ ചേർത്തു നിർത്തുന്നു. അവസാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്രഷ്ടാവിന് മുന്നിലല്ലാതെ മറ്റൊന്നിനും മുന്നിൽ തലകുനിക്കാതെ ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ യഥാർത്ഥ വിമോചനവുമായി നമ്മൾ ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഈ വഴികാട്ടുന്ന വെളിച്ചം അതെവിടെ നിന്നാണ് വരുന്നത്? ഈ ബന്ധങ്ങളുടെയൊക്കെ ഉറവിടമെന്താണ്? ശരി, നമുക്കതിന്റെ അടിത്തറയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതൊരു ബന്ധത്തിന്റെയും തുടക്കം വിശ്വാസത്തിൽ നിന്നാണല്ലോ. ഇതിനെയാണ് ഈമാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നങ്കൂരം പോലെയാണത്. സ്രഷ്ടാവുമായി നമ്മൾ സ്ഥാപിക്കുന്ന ആഴത്തിലുള്ളൊരു ബന്ധം. അപ്പോൾ ഈ വിശ്വാസം ഒരു ചട്ടക്കൂട് പോലെയാണ്. അതിന് 6 അടിസ്ഥാനങ്ങളുണ്ട്. ഒന്നാമത്തത്, എല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ദൈവത്തിലുള്ള വിശ്വാസം. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പിന്നെ നമ്മളെ സഹായിക്കാനായി എപ്പോഴും കൂടെയുള്ള മാലാഖമാരിലുള്ള വിശ്വാസം. ഒപ്പം മനുഷ്യർക്ക് വഴികാട്ടിയായി ദൈവം നൽകിയ ഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസം. ആ സന്ദേശങ്ങൾ നമ്മളിലേക്കെത്തിച്ച പ്രവാചകന്മാരുമായി നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നു. ഈ ജീവിതത്തിനപ്പുറം ഒരു വിചാരണയുണ്ടെന്ന ബോധ്യം. അത് നമ്മളെ ഈ ലോകത്ത് ഉത്തരവാദിത്വമുള്ളവരാക്കുന്നു. അവസാനം, ഈ ലോകത്ത് സംഭവിക്കുന്ന നല്ലതും ചീത്തയുമെല്ലാം ദൈവത്തിന്റെ അറിവോടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചവുമായി ഒരു സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. പക്ഷേ ഈ വിശ്വാസം വെറുതെ മനസ്സിൽ വെച്ചാൽ മതിയോ? പോരാ, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്ത് കാണണം, അല്ലേ? അപ്പോൾ വിശ്വാസം ഒരു കെട്ടിടത്തിന്റെ അദൃശ്യമായ അടിത്തറയാണെങ്കിൽ, നമ്മുടെ കർമ്മങ്ങളാണ് അതിനു മുകളിൽ നമ്മൾ പണിയുന്ന ആ മനോഹരമായ ഘടന. അപ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക? അതിനാണ് ഇസ്ലാമിന്റെ 5 തൂണുകൾ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളിലൂടെയാണ് ആ വിശ്വാസം കൂടുതൽ ശക്തമാവുന്നത്. ദൈവത്തോടും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തോടും നമ്മൾ എങ്ങനെ ബന്ധപ്പെടണം എന്ന് പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ. ഒന്നാമതായി, സൃഷ്ടാവ് ഒന്നേയുള്ളൂവെന്ന് നമ്മുടെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും സാക്ഷ്യം പറയുക. അവിടെയാണ് തുടക്കം. പിന്നെ ദിവസവും 5 നേരമുള്ള പ്രാർത്ഥനയിലൂടെ ആ സൃഷ്ടാവുമായുള്ള ബന്ധം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നൽകുമ്പോൾ നമ്മൾ സമൂഹവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ വ്രതമെടുക്കുമ്പോൾ അത് നമ്മളെ നമ്മളോട് തന്നെ ബന്ധിപ്പിക്കുന്നു, ആത്മനിയന്ത്രണം പഠിപ്പിക്കുന്നു. അവസാനം, ജീവിതത്തിലൊരിക്കൽ ഹജ്ജ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളുമായി നമ്മൾ ഒന്നായിത്തീരുന്നു. നമുക്ക് സക്കാത്തിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. അതൊരിക്കലും ഒരു ഔദാര്യമോ ദാനധർമ്മമോ അല്ല, മറിച്ച് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു പാലമാണത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഒന്ന്, ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്നത്. സാമൂഹിക നീതിയുടെ ഈയൊരു ബന്ധം അത് നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം ശുദ്ധീകരിക്കുന്നു. ഹജ്ജിന്റെ കാര്യമോ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഭാഷ, നിറം, രാജ്യം, പദവി, ഇതൊന്നും അവിടെ ഒരു വിഷയമേ അല്ല. എല്ലാ അതിർവരമ്പുകളും മാഞ്ഞുപോകുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വേഷത്തിൽ, ഒരേ മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ സ്രഷ്ടാവിനു മുന്നിൽ ഒന്നിച്ചുകൂടുന്നു. മനുഷ്യർക്കിടയിലുള്ള ആ ഐക്യവും സമത്വവുമില്ലേ, അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ഒരുപക്ഷെ അതാവാം. ശരി, അപ്പോൾ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ, ഈ ബന്ധങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തുന്നത്? എന്താണ് ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം? ഈ വഴികാട്ടലിന്റെയും ഈ ബന്ധങ്ങളുടെയുമെല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഒന്നു മാത്രമാണ്: സമാധാനം. ആദ്യം നമ്മുടെ ഉള്ളിൽ, പിന്നെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ. ആ ഒരു ശാന്തതയിലേക്കാണ് ഈ യാത്ര മുഴുവനും. ഈ യാത്ര നമ്മുടെ 3 തലങ്ങളിലുള്ള സമാധാനത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശാന്തിയും സമാധാനവും കണ്ടെത്തുക. പിന്നെ ആ സമാധാനം നമ്മുടെ ഉള്ളിൽ ഒതുങ്ങില്ല, അത് പുറത്തേക്കൊഴുകി
നീതിയും സ്നേഹവുമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അവസാനമായി, ഈ ലോകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളോടുള്ള അടിമത്തത്തിൽ നിന്നെല്ലാം മോചിതരായി നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും എന്താണെന്ന് അനുഭവിക്കുന്നു. അതെ, ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ആശയം. ഈ ജീവിതത്തിലെ പണം, പദവി, അധികാരം, അങ്ങനെ പലതിനോട് നമുക്ക് അടിമത്തം തോന്നാം. അതിൽ നിന്നെല്ലാമുള്ളൊരു മോചനം, മനുഷ്യനെ അവന്റെ സ്രഷ്ടാവുമായി മാത്രം ബന്ധിപ്പിക്കുക, അതുതന്നെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം, അതുതന്നെയാണ് യഥാർത്ഥ സമാധാനം. നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടുന്ന ആ വെളിച്ചമേതാണ്? നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, നിങ്ങൾക്ക് ശക്തി നൽകുന്ന ആ ബന്ധങ്ങളേതൊക്കെയാണ്?